കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 36 അധ്യായം 20 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം. തിരുനിവാസത്തിൻ്റെ പലകകളും വെള്ളിക്കാലുകളും സ്വർണ്ണ വളയങ്ങളും കുറുകെ കടക്കുന്ന തണ്ടുകളും നിർമ്മിച്ചതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനത്തിൽ പറയുന്നത്. ഈ വചനഭാഗത്തിൻ്റെ പ്രധാന ആത്മീയ സന്ദേശം ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ശക്തി എന്ന ആ വലിയ സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ്റെ ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിൽക്കേണ്ട ജീവിതം ഉറച്ച അടിത്തറയുള്ളതായിരിക്കണം എന്ന സത്യമാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പുതിയ ദിനത്തിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കണമേ. കാറ്റും കൊടുങ്കാറ്റും വന്നാലും അങ്ങയിൽ ഉറച്ചു നിൽക്കുന്നൊരാത്മീയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ വിശുദ്ധ ആലയമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. പുറപ്പാട് പുസ്തകം 36 അധ്യായം 20 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗം. ഖദിരമരം കൊണ്ട് തിരുനിവാസത്തിനു വരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കി. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും ഓരോ പലകയ്ക്കും 1.5 മുഴം വീതിയും ഉണ്ടായിരുന്നു. ഓരോ പലകയ്ക്ക് തമ്മിൽ ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരുന്നു. ഇങ്ങനെ തിരുനിവാസത്തിൻ്റെ എല്ലാ പലകകളും ഉണ്ടാക്കി. അവർ തിരുനിവാസത്തിന് പലകയുണ്ടാക്കിയത് തെക്കുവശത്തേക്ക് 20 പലക, ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവട് അവർ ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്കുവശത്തേക്കും 20 പലകയുണ്ടാക്കി. ഒരു പലകയുടെ അടിയിൽ 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവടും, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവട് ഉണ്ടാക്കി. തിരുനിവാസത്തിന്റെ പടിഞ്ഞാറേ വശത്തേക്ക് 6 പലകയുണ്ടാക്കി. തിരുനിവാസത്തിന്റെ ഇരുവശത്തുമുള്ള കോണുകൾക്ക് 2 പലകയുണ്ടാക്കി. അവ താഴെ 2 മേലറ്റത്ത് 1-ാമത്തെ വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായും ഇരുന്നു. 2 മൂലയിലുള്ള 2 അങ്ങനെ തന്നെ ചെയ്തു. ഇങ്ങനെ 8 പലകയും ഓരോ പലകയുടെ അടിയിൽ 2 ചുവടുമായി 16 വെള്ളിച്ചുവടും ഉണ്ടായിരുന്നു. അവൻ ഖദിരമരം കൊണ്ട് അന്താഴങ്ങളും ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ ഒരു വശത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ മറുവശത്തെ പലകയ്ക്ക് 5 അന്താഴം, തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 അന്താഴം. നടുവിലത്തെ അന്താഴം പലകയുടെ ഒത്ത നടുവിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുവാൻ തക്കവണ്ണം ഉണ്ടാക്കി. പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞ് അന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ടുണ്ടാക്കി. അന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ തിരുനിവാസത്തിൻ്റെ ഓരോ പലകകളും ഒരേ അളവിൽ നിർമ്മിക്കപ്പെടുന്നു. അവ വെള്ളിക്കാലുകളിൽ ഉറപ്പിച്ച് നിർത്തപ്പെടുന്നു. സ്വർണവളയങ്ങളും കുറുകെയുള്ള തണ്ടുകളും എല്ലാം ചേർന്ന് തിരുനിവാസത്തെ ശക്തമായി നിലനിർത്തുന്നു. ഇത് ഒരു കെട്ടിടത്തിൻ്റെ വിവരണം മാത്രമല്ല, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ചിത്രം കൂടിയാണ്. നമ്മുടെ വിശ്വാസത്തിന് ഉറച്ച അടിത്തറ ആവശ്യമാണ്. പ്രാർത്ഥന, ദൈവവചനം, വിശ്വാസം, വിശുദ്ധ ജീവിതം, ഇവയാണ് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ആത്മീയ തൂണുകൾ.
ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ വേരൂന്നിയവർ തകരുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കേണ്ടുന്ന ഹൃദയം അത് ഉറച്ചതായിരിക്കും. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ വിശ്വാസത്തിന് ഉറച്ച അടിത്തറയുണ്ടോ? ദൈവവചനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിലും ഞാൻ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവം ഉറപ്പിക്കുന്ന ജീവിതത്തെ ആരും തകർക്കുവാനാവില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ വചനത്തിന്മേൽ പണിതുറപ്പിക്കണമേ. പരീക്ഷണങ്ങളുടെ നടുവിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ളൊരു ശക്തി നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും ബലഹീനർക്ക് ശക്തിയും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സമാധാനം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് തമ്പുരാൻ കർത്താവ് അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.